തങ്ങളുടെ ആ ഒരു ഔഷധക്കഞ്ഞി എല്ലാവർക്കും ഒരു പുണ്യകരമാണ്. ദിവസം 12,000-ഓളം പേര് വന്ന് താങ്കൾ ഉണ്ടാക്കുന്ന ഈ കഞ്ഞി ഇങ്ങനെ കുടിച്ച് നിർവൃതിയോടെ പോകുമ്പോഴും മനസ്സിൽ അവർ വന്ന് സന്തോഷമുണ്ട്. അവർ വന്നിട്ട് സലാം പറയും കൈതരിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു സന്തോഷം തന്നെയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല ലോകത്തെങ്ങും റംസാൻ്റെ വിശേഷങ്ങളാണ്. റമദാൻ നാളുകളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാ പള്ളികളിലും ഇഫ്താറും നോമ്പ് കഞ്ഞിയും അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകൾ നടക്കുകയാണ്. വളരെയേറെ സന്തോഷത്തോടെ പൊതുജന പങ്കാളിത്തത്തോടെയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ അതിൽ നിന്നെല്ലാം വിഭിന്നമായി തികച്ചും വ്യത്യസ്തമായി നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നാടെങ്ങും അറിയപ്പെടുന്ന ഒരു മഹനീയമായ പള്ളിയുണ്ട്. പള്ളി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, കാരണം ഏത് ചടങ്ങുകൾ വരുമ്പോഴും അതിപ്പോൾ നോമ്പാണെങ്കിലും നബിദിനമാണെങ്കിലും ഒക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർക്കാണ് ഇവിടെ നിന്ന് ആഹാരം കൊടുക്കുന്നത്. നമ്മുടെ ദേശീയപാതയിൽ തല ഉയർത്തി സ്ഥിതി ചെയ്യുന്ന നമ്മുടെ കടുവേൽ മുസ്ലിം ജമാഅത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് നമ്മളുള്ളത് കടുവേൽ മുസ്ലിം ജമാഅത്തിലാണ്. ഈ ജമാഅത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഇവിടെ ഉള്ളവരെല്ലാം ജാതി മത ഭേദമന്യേ വർഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെയാണ് ഈ ആരാധനാലയത്തിൽ വരുന്നത്. വളരെയേറെ വിശ്വാസമാണ് ഈ കടുവേൽ തങ്ങളെക്കുറിച്ച്. ഈ കടുവേൽ പള്ളിയിൽ ഈ നോമ്പ് 30, അതായത് നമ്മുടെ റമദാൻ മാസത്തിൽ നോമ്പ് 30 ദിവസങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ഒരു കഞ്ഞി വൈകുന്നേരത്ത് വിശ്വാസികൾക്ക് കൊടുക്കുന്നുണ്ട്. അത് വെറുമൊരു കഞ്ഞി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതൊരു മരുന്ന് കഞ്ഞി കൂടിയാണ്. കാരണം നിരവധി വസ്തുക്കളാണ് ഇതിൽ ചേരുന്നത്. അതിൽ മരുന്ന് കൂട്ടുകളുണ്ട്, മറ്റ് നമ്മുടെ സാധാരണ കഞ്ഞിയിൽ ചേരുന്ന ഐറ്റംസുകളുണ്ട്, തേങ്ങയുണ്ട്, മറ്റു ആയുർവേദ മരുന്ന് കൂട്ടുകളുണ്ട്. അങ്ങനെ ഒരു ദിവസം കുടിച്ചാൽ വീണ്ടും കുടിക്കണം എന്നാഗ്രഹം തോന്നുന്ന ഒരു കഞ്ഞി. ഞാനും നിരവധി ദിവസങ്ങളിൽ വന്ന് ആ കഞ്ഞി ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. ഞാനിവിടെ എത്തുമ്പോഴൊക്കെ കാണുന്ന ഒരു കാഴ്ച, ഒരു ദിവസം വരുന്നവർ തന്നെ വീണ്ടും ആവേശത്തോടെ ഈ കഞ്ഞി വാങ്ങിക്കൊണ്ട് പോകാനും വീട്ടിൽ മറ്റുള്ളവർക്ക് കൊടുക്കാനും ഇവിടെ ഇരുന്ന് നോമ്പ് മുറിക്കുമ്പോൾ കുടിക്കാനും ഒക്കെ ഉള്ള ഒരു ആവേശം, അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. അതുമാത്രമല്ല, മറ്റ് ഇതര മതസ്ഥർ, അതായത് നമ്മുടെ നോമ്പനുഷ്ഠിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ മാത്രമല്ല, മറ്റ് ഇതര മതസ്ഥർ കൂടി ഇവിടെ വന്ന് ആവേശത്തോടെ ഇവിടുത്തെ ഈ ഇഫ്താർ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു. ഈ കഞ്ഞി വാങ്ങി ആവേശത്തോടെ വീട്ടിൽ കൊണ്ടുപോയി മറ്റുള്ളവരെ കുടിപ്പിക്കുന്നു. ആ ഒരു കാഴ്ചകളാണ് എന്നും കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിന്ന് ആ കാഴ്ചകളാണ് കാണുന്നത്. അതായത് നമ്മുടെ കടുവേൽ മുസ്ലിം ജമാഅത്തിൻ്റെ കീഴിൽ നമ്മുടെ ഈ റമദാൻ മാസത്തിൽ 30 ദിവസവും വളരെ വിശിഷ്ടമായ ഒരു കഞ്ഞി ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. അതുമാത്രമല്ല, ആ കഞ്ഞി തയ്യാറാക്കുന്ന ഏകദേശം 10 വർഷത്തിലേറെയായി ആ കഞ്ഞി ഇവിടെ തയ്യാറാക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിനോട് നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഒപ്പം എല്ലാവർക്കും റമദാൻ ആശംസകൾ അറിയിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വിശിഷ്ടമായ മരുന്ന് കഞ്ഞിയുടെ വിശേഷങ്ങളെന്ന് പറയാം. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ഒരുപാട് ഐറ്റം അരി നമ്മൾ ഒരു 1.5-2 ചാക്ക് അരിയിലാണ്. തേങ്ങ ഇത് 150 തേങ്ങ ഇറങ്ങി. പരിസരത്തൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു മരുന്ന് കഞ്ഞിയാണ് ചേർക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യമായിട്ട് ഇതിനകത്ത് ആശാടി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആശാടി അത് കഞ്ഞി നല്ല കൊഴുത്ത് നിൽക്കത്തക്ക രീതിയിലുള്ളത്. അത് മരുന്നുകൾ, പച്ച മരുന്നുകളെല്ലാം ചേർക്കുന്നുണ്ട്. ഉലുവ, വെളുത്തുള്ളി, ജീരകം, പെരുംജീരകം, ചെറുജീരകം, ഇതെല്ലാം ഇങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ചേർന്ന് വരുന്നുണ്ട്. ചെറിയ 30 ദിവസവും കഞ്ഞിക്ക് ഒരേ ടേസ്റ്റ് ആയിരിക്കുമോ അതോ വ്യത്യസ്തമായ ടേസ്റ്റ് ആയിരിക്കും? വ്യത്യസ്തമായിട്ടൊക്കെ വരും. എത്ര വർഷം കൊണ്ടാണ് ഈ കഞ്ഞിയുടെ പരിപാടി തുടങ്ങിയത്? ഞാനിതിപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 10 വർഷത്തിന് മുമ്പോട്ട്. 10 വർഷം കൊണ്ട് എല്ലാ റമദാനിലും താങ്കളുടെ മേൽനോട്ടത്തിൽ കഞ്ഞിയും പയറും റെഡിയാവും. പയറ് തോരൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം. പയറ് തോരൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് 1.5 ചാക്കാണ്. 1.5 ചാക്കിൻ്റെ പയറാണ്. പിന്നെ ചേരുന്ന മറ്റ് ചേരുവകൾ എന്തൊക്കെയാണ്? മറ്റ് ചേരുവകൾ നമ്മൾ സാധാ ചേരുവകളേ ഉള്ളൂ. ഇതിനകത്ത് വേറെ തേങ്ങയും എണ്ണ, കടു, ഇതൊക്കെ ഉള്ളൂ. ഈ 1.5 ചാക്ക് പയറിന് എത്ര തേങ്ങ ചേർക്കും? ഇത് 10-40 തേങ്ങ ചേർക്കും. കൂട്ടാനാണ് പയർ.
എങ്ങനെയാണ് നമ്മുടെ വൈകുന്നേരങ്ങളിൽ ഇതിൽ എങ്ങനെയാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്? അത് കൊടുക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് കഞ്ഞിയെടുത്ത് ആ വെളിയിൽ ഒരു പാത്രം വെച്ചിട്ട് ഏതാണ്ട് ഒരു 10-15 കിലോ അരിയുടെ കഞ്ഞി കൊടുക്കും, വെളിയിലോട്ട് വിതരണം ചെയ്യും. അതിൻ്റെ പയറും. അപ്പോൾ ഈ നമ്മൾ ഈ വെച്ചേക്കുന്ന ഈ 4 ചെമ്പിലെ കഞ്ഞി എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും? ഇത് 10,500 പേരുടെ സാധനമുണ്ട്. പിന്നെ ഈ പുറത്തുനിന്ന് എത്തുന്നവർക്കും കൊടുക്കും? പുറത്തുനിന്ന് എത്തുന്നവർക്ക് അങ്ങനെയല്ല, എല്ലാവർക്കും കൊടുക്കും. ഏകദേശം ഒരു പുറത്തുനിന്ന് എത്ര പേര് മേടിക്കാൻ പറ്റും? അതൊരു കണക്കാണ്. ഇവിടെ വരുന്നത് പുറത്തുനിന്ന് വരുന്ന ഒരു 400-450 പേര് വരും. ഓക്കെ, ഏതായാലും ഈ ഒരു 10 വർഷം കൊണ്ട് ഈ ഒരു മഹനീയ കർമ്മം നിർവഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്താണ് അങ്ങയുടെ മനസ്സിൽ തോന്നുന്ന ആ ഒരു വികാരം, ആ ഒരു എന്ന് പറഞ്ഞാൽ ഈ ഒരു മാസം എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക ഉന്മേഷമാണ്. ഉന്മേഷം. കാരണം മറ്റുള്ളത് വെച്ച് നോക്കുമ്പോൾ, മറ്റുള്ള മാസങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ മാസം ഒരു പ്രത്യേകതയാണ്. ഇതിനു വേണ്ടി നമ്മൾ പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നതിന് നമ്മളൊരു മതപരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുകയും ഇതിനു വേണ്ടി ചെയ്യുന്ന ഒരു ഉത്സാഹമുണ്ട് നമുക്ക്. ഇപ്പോൾ മറ്റ് ഇതര മതസ്ഥരും ഈ കഞ്ഞി മേടിക്കാനായിട്ട് വരും? അത് വരുന്നുണ്ട്. പിന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ കീഴിൽ തന്നെ 10-20 സ്ഥാപനമുണ്ട്. അവിടെ ഇത് കൊണ്ടുപോകുന്നുണ്ടല്ലോ, എല്ലായിടത്തും കൊണ്ടുപോകുന്നുണ്ട്. രാവിലെ എത്ര മണി മുതലാണ് ഇതിൻ്റെ പരിപാടികൾ തുടങ്ങുന്നത്? ഇത് നമ്മളൊരു 8 മണിയാകുമ്പോൾ തുടങ്ങും. 8 മണിക്ക് തുടങ്ങി ഏതാണ്ട് ഇപ്പോൾ ഈ സമയമാകുമ്പോഴത്തേക്ക് ഇതിവിടെ ഇങ്ങനെ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കുന്നതാണ്. ഇത് കഴിഞ്ഞ് തുടങ്ങുകയാണ്, രാത്രി 1:30 മണിയാകുമ്പോൾ വീണ്ടും തുടങ്ങും. അപ്പോൾ ഈ നോമ്പ് കഴിയുമ്പോഴത്തേക്ക് മനസ്സിനാകെ ഒരു വിഷമമായിരിക്കുമല്ലേ? ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം പെട്ടെന്ന് ഇങ്ങനെ നിന്ന് പോകുമ്പോഴത്തേക്ക് അതുണ്ടാവും. ഇപ്പോഴത്തെ ആൾക്കാർ 10,500 പേര് വരുമ്പോഴൊക്കെ ചെയ്യുന്ന ഒരു ഇതും അല്ല, ഈ ദിവസം 12,000-ഓളം പേര് വന്ന് താങ്കൾ ഉണ്ടാക്കുന്ന ഈ കഞ്ഞി ഇങ്ങനെ കുടിച്ച് നിർവൃതിയോടെ പോകുമ്പോഴും മനസ്സിൽ അവർ വന്ന് സന്തോഷമുണ്ട്. അല്ല, അവർ വന്നിട്ട് സലാം പറയും, കൈതരിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു സന്തോഷം തന്നെയാണ്. സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് അതിൻ്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കാനുള്ളത്? പ്രേക്ഷകരെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഓരോ വർഷം ചെല്ലുന്ന ഒരാൾ കൂടി വരെയാണ്. അതാണ്, അതുകൊണ്ട് അതിൻ്റെ സന്തോഷമുണ്ട് നമുക്ക്. താങ്കളുടെ പേരൊന്ന് പറഞ്ഞു. എൻ്റെ പേര് നാസിമുദ്ദീൻ. എവിടെയാണ് സ്വദേശം? എൻ്റെ സ്ഥലം എന്ന് പറയാൻ നാവായിക്കുളം മുക്കട എന്ന് പറയും. മരുതിക്കുന്ന് മുക്കട എന്നും പറയും, നാവായിക്കുളം മുക്കട എന്നും പറയും. അവിടെയാണ് എൻ്റെ സ്ഥലം. ഇവിടെ വന്നിട്ട് 10 വർഷമായി. ഇപ്പോൾ കയറിയിട്ട് അതെ, ഞാൻ ഇവിടുത്തെ ഈ വർക്ക് ഇപ്പോഴും വന്നിട്ടാണ് ഈ വർഷം. അത് ഞാൻ 10-30 വർഷങ്ങൾക്ക് മുമ്പേ ഇവിടുത്തെ പണി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞാൻ വർക്കല മന്നാനിയിലും പണി ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ ഈ നമ്മുടെ ഇവിടുത്തെ ഈ കഞ്ഞിക്കൂട്ടിൻ്റെ അവിടെ സഹായികളായിട്ട് ആരൊക്കെയാണ്? ഇവിടെ സഹായികളെന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ 3 പേരാണ് ഇവിടെ മെയിനായിട്ട്. ബാക്കി അഡിഷണലൊക്കെ ആൾക്കാരുണ്ട്. ഈ കഞ്ഞിയും പയറും കൂടാതെ മറ്റെന്തൊക്കെ വിഭവങ്ങളാണ്? ബാക്കി നമുക്ക് വൈകിട്ട് ഉരട്ടി, ഒരേ ദിവസം ഒരേ പലഹാരമാണ്. വൈകിട്ട് ഉരട്ടിയുണ്ട്, ഇറച്ചിയുണ്ട്. അത് കഴിഞ്ഞ് ഇടിയപ്പം. ഇന്ന് ഇടിയപ്പത്തിൻ്റെ ദിവസമാണ്. ഇന്ന് പച്ചക്കറിയാണ് ഇടിയപ്പത്തിൻ്റെ കൂടെ. ഇടിയപ്പം, പച്ചക്കറി, കഞ്ഞി, പയർ എങ്ങനെ പോകും. ഓരോ ദിവസം ഓരോ രീതിയാണ് പലഹാരത്തിന്. ഒരു ദിവസം പൊറോട്ട ഇറച്ചിയായിരിക്കും, ഒരു ദിവസം ഉരട്ടി ഇറച്ചിയായിരിക്കും, ഒരു ദിവസം പച്ചക്കറി ആയിരിക്കും. അപ്പം അങ്ങനെയാണ് അനുഭവം. 30 ദിവസം ഉണ്ടാവും. 30 ദിവസം ഉണ്ട്. പെരുന്നാളിന് വേണ്ടി സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അന്ന് പെരുന്നാൾ പിന്നെ എല്ലാവരും വീട്ടിൽ ആഘോഷമില്ലേ, പിന്നെ ഇവിടെ ഒന്ന് കാണാം. ചായയുടെ ഇതാണ്. ഇത് 40 ലിറ്റർ പാല്. അപ്പോൾ ഇത് നമ്മൾ വൈകിട്ട് നോമ്പ് തുറക്കുന്നവർക്കുള്ള ചായയാണ് അതിൻ്റെ കൂടെ കൊടുക്കുന്നത്. അല്ല, ഇതിപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുന്ന ടൈമിനുള്ള ഈ പിന്നെ നമ്മൾ ഒരു നമസ്കരിച്ചിട്ട് വന്നിട്ടാണ് കഞ്ഞിയും പയറും. എല്ലാവരും കുടിക്കുന്നുണ്ട്. പേരാത്തിൽ വായു. ഇപ്പം ഞാനിപ്പോൾ പച്ചക്കറി കുറുമ കെട്ടുന്നത് കവറിൽ. സ്പെഷ്യൽ ഇന്ന് പച്ചക്കറി കുറുമ, മലക്കറിയാണ്, ഇടിയപ്പം, കഞ്ഞി കാര്യങ്ങൾ ഇതൊക്കെ ഉള്ളൂ. അത് തക്കാവളിൽ കൊടുത്തു വിടാനാണ്. ആ കീഴിലുള്ള തക്കാവളിൽ ആശുപത്രിയിൽ ഇതൊക്കെ കൊടുത്തു വിടാൻ വേണ്ടിയാണ്. ഇവിടെ വരുന്നവർക്ക് പൊതിയില്ല, ഇവിടെ ഇരുന്ന് കഴിക്കുക കൊടുക്കും. ഞാൻ 3 വർഷമായി. ഒരു പുണ്യനാളല്ലേ. നമ്മൾ 11 മാസം ഓടി അലച്ച് നടന്നിട്ട് ഒരു മാസം പടച്ചതിന് വേണ്ടി നമ്മൾ വിഭാഗത്തെടുക്കുക, നോമ്പ് പിടിക്കുക, ഈ ധർമ്മങ്ങൾ ചെയ്യുക, സക്കാത്ത് കൊടുക്കുക. ഇതൊക്കെയാണ് ഈ ഒരു മാസത്തെ പ്രത്യേകത. പാവങ്ങളെ സഹായിക്കുക ഏറ്റവും കൂടുതൽ. ആഹാരം കൊടുക്കൽ ഏറ്റവും പുണ്യം. വിശന്ന് പറഞ്ഞ ആരോഗ്യക്ക് നോമ്പ് കുറിക്കാൻ സമയത്ത് ആഹാരം കൊടുക്കൽ എല്ലാവർക്കും ഒരു ജാതി മതം ഒന്നുമില്ല. എൻ്റെ ഇഷ്ടം പോലെ ഉണ്ട്. എന്താണ് പേരെന്താണ്? പേര് സത്യൻ. ഞാൻ ഇവിടെ ജോലി കയറിയിട്ടൊരു 3-4 വർഷമായി. ഈ 4 വർഷം കൊണ്ട് ഇവിടെ ജാതിമത
ഭേദമില്ലാതെയാണ് എല്ലാ മതക്കാർക്കും ഒന്നേപോലെയാണ് ഈ കടുവത്തങ്ങളെ മണ്ണിലുള്ള നോമ്പ് മുറിക്കൽ. അതിൽ ഇന്ന ജാതിയൊന്നുമില്ല, എല്ലാവരും ഒരമ്മ മക്കളെ പോലെയാണ് നോമ്പ് മുറിക്കാൻ വരികയും അതേപോലെ തന്നെ അതിൽ പങ്കുചേരുകയും അതുപോലെ ഒരേ വർഷം തോറും ഈ നോമ്പ് കഞ്ഞി ഓരോ വർഷത്തിലും അതിൻ്റെതായ ഒരു പ്രത്യേകതയാണ്. അപ്പം തങ്ങളുടെ ഈ കഞ്ഞി എന്നും എല്ലാ വർഷവും ഓരോ ഭക്തർ കാത്തിരിക്കുകയാണ്. ഈ നോമ്പ് സമയം വരുമ്പോൾ തങ്ങളുടെ ആ ഒരു ഔഷധക്കഞ്ഞി എല്ലാവർക്കും ഒരു പുണ്യകരമാണ്. അപ്പോൾ ഈ റമദാൻ മാസത്തിൽ ഒരു മാസവും ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഇത്രയും നിങ്ങളെ കൂടെ ചേർന്നുണ്ടാക്കുന്ന ഈ കഞ്ഞി വിശ്വാസികൾ ഇങ്ങനെ മേടിച്ചുകൊണ്ട് ആവേശത്തോടെ കുടിക്കുമ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്നത്? അവരുടെ മനസ്സിൽ തോന്നുന്നത്, നമ്മളൊക്കെ മനസ്സിൽ തോന്നുന്നത് തങ്ങളുടെ ഈ അന്നം അത് എല്ലാവർക്കും ഒരു പുണ്യകരമാണ്. അത് ഭാഗം ചെയ്ത് കൊടുക്കുന്നവർക്കും അവർക്ക് അതിന് 100 ആയുസ് ഉണ്ടാവട്ടെ എന്ന് വെച്ച് ചൂടും വെയിലും എത്ര വെയിലിനേക്കായി ശക്തി അല്ലാണ് ചൂട്. ആ ചൂടിൻ്റെ മുന്നിൽ അവർ നിന്ന് അത് പാകം ചെയ്ത് കൊടുക്കുന്നവർക്ക് 100 പുണ്യം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ തങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ കഞ്ഞിയുടെയും പയറിൻ്റെയും നമ്മുടെ ഇഫ്താറിൻ്റെയും ഒക്കെ വിശേഷങ്ങൾ അറിഞ്ഞു. നമ്മുടെ കടുവേൽ മുസ്ലിം ജമാഅത്തിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കഞ്ഞി ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ അതിൻ്റെ വിശദവിവരങ്ങൾ പങ്കുവച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു നല്ല സന്ദേശമായിട്ടാണ് പ്രിയ പ്രേക്ഷകരിൽ എത്തിക്കുന്നത്. ഒപ്പം എല്ലാവരും കഴിയുമെങ്കിൽ ഈ കടുവേൽ ജമാഅത്തിൽ എത്തിച്ചേരുക, ഇവിടുത്തെ ഇഫ്താർ പാർട്ടിയിൽ പങ്കെടുക്കുക, കഞ്ഞി മേടിച്ച് വീട്ടിൽ കൊണ്ട് കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ദിവസം ഈ കഞ്ഞി കുടിച്ചാൽ അടുത്ത ദിവസവും നിങ്ങൾ ഈ കഞ്ഞി വാങ്ങാനായിട്ട് ഇവിടെ വരും. കാരണം അത്രയും ചേരുവകൾ ചേർത്താണ് ഈ കഞ്ഞി വയ്ക്കുന്നത്. ഏതായാലും ഈ ഒരു അവസരത്തിൽ ഈ ഒരു മഹനീയ കർമ്മം 30 ദിവസവും ഇവിടെ നടത്തുന്ന നമ്മുടെ KTCT അധികൃതർക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വിസ്മയ ന്യൂസിൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. ഒപ്പം ഈ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും റമദാൻ ആശംസകൾ അറിയിക്കുന്നു. എല്ലാവർക്കും നല്ല ദിനങ്ങളായിരിക്കട്ടെ. ഈ വരുന്ന നോമ്പുകളും എല്ലാവർക്കും നല്ല രീതിയിൽ പിടിച്ച് അതിൻ്റേതായ പുണ്യത്തോടു കൂടി നോമ്പുകൾ അനുഷ്ഠിക്കാനും അതിൻ്റെ പ്രതിഫലങ്ങൾ ഏറ്റുവാങ്ങാനും എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും റംസാൻ ആശംസകൾ. അരുൺ സാഗറിനൊപ്പം താഹിർ മജീദ്, വിസ്മയ ന്യൂസ്.